ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സാനു ഇന്നെന്താ പരിപാടി? ഇത് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഡെയിലി ചലഞ്ചും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ ഇത് ഗൈസ്, സനു ഇത് ഇവിടുന്ന് കപ്പ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സനു എന്താ രണ്ടക്ഷരം പറ, അല്ലെ എങ്ങോട്ട് ഇറങ്ങിപ്പോ. അപ്പോൾ കപ്പ ക്ലീൻ ചെയ്ത് സെറ്റ് ആകട്ടെ അല്ലേ. അപ്പോൾ ഇത് ഗൈസ്, കപ്പ ഇവിടെ സെറ്റാണ്. ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കൈകിയതല്ലേ സനു? അതിലെ പോയി കൈ കുത്തി കൊടുത്ത്. അപ്പോൾ ഇതാ എല്ലുള്ള കപ്പ അല്ല ചിക്കൻ ഇവിടെ സെറ്റാക്കി. എല്ലുള്ള ചിക്കനാണ്. പാർട്സ് ആണ് അത്യാവശ്യം. അല്ല പാർട്സ് ആണ് സെറ്റാണ് അല്ലേ. അതേപോലെ തന്നെ ഉള്ളിയും തക്കാളിയും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ തക്കാളി മുറിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ ഗൈസ്. ഉള്ളിൻ്റെ എന്തെല്ലായിരുന്നാണ് ചത്ത പോലെ ആയിക്കോട്ടാ. അപ്പൊ ഇത് മൂന്നും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് മസാല പരിപാടികൾ ചെയ്യല ചിക്കൻ്റെ അകത്തല്ലോ. അതെ, നമ്മളിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ചിക്കൻ കറി വെക്കാം, എന്നിട്ട് കപ്പ വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ നല്ല ചിക്കൻ കറിന്റെ കൂടി കപ്പ അയക്കുന്നില്ല സനു. അപ്പൊ കപ്പ ബിരിയാണി ആവില്ലല്ലോ. അപ്പൊ അല്ലിപ്പോ അടുത്ത പരിപാടി നമ്മള് ചിക്കൻ കറി വെക്കാൻ പോകുന്ന. അപ്പൊ ചിക്കൻ കറി വെക്കല്ലേ. ചിക്കൻ നമ്മളിതാ ഒരു കുക്കറിന്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് മസാല പൊടികൾ ഇടാം അല്ലേ. ആദ്യം ഏത് പൊടിയാ സനു ഇടുന്നേ? ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക. അതെ അല്ല, ആദ്യം അതിന് മുന്നേ ചിക്കൻ എത്രയാ നമ്മൾ എടുത്തിട്ടുള്ളത്? കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 1 കിലോ കപ്പ. 1 കിലോ കപ്പ എന്നാ ഒരു 400-500 ഗ്രാം ചിക്കൻ ഗ്രാമല്ലേ എടുത്തിട്ടുള്ളൂ. വലിയ കണക്കൊന്നുമില്ല. കണ്ട പോലെ അങ്ങ് എടുക്കുവല്ലേ. നമ്മള് പറഞ്ഞ പോലെ തന്നെ അങ്ങ് എടുക്കുവല്ലേ. കണക്ക് കൃത്യമായ കണക്കൊന്നും വലിയ പിടുത്തില്ല. വീഡിയോ കാണുന്ന എത്ര തന്നെ അങ്ങ് എടുക്കുക അല്ലേ. എന്തായാലും കപ്പ കൂടുതൽ എടുക്കുക. മല്ലിപ്പൊടി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് മതി. ഇനി മുളക്, മഞ്ഞള്. നമ്മളെ വേറെ ഒരു കാസർഗോഡ് ഒരു വീഡിയോ ആണല്ലോ നമ്മള്. അടുത്ത മഞ്ഞപ്പൊടി, മഞ്ഞമണി എന്നെല്ലാം പറഞ്ഞിട്ട് അതുപോലെ പറയാൻ നോക്കിയാ. അടുത്തായിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, അടുത്തായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒരു എന്താ പറയാ, ഇതെല്ലാം എന്താ സാധനം കൈക്കണക്കാന്ന് പറഞ്ഞത്. എക്സ്പേർട്ട് ആയിട്ടുള്ള കുക്കുകൾക്ക് ഇത് മനസ്സിലാവും. ഇതങ്ങ് ഭാര്യ അങ്ങോട്ട് തന്നെ. മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ എടുക്കാമായിരുന്നു അല്ലേ. ആവശ്യമില്ലല്ലോ, എക്സ്പേർട്ട് കുക്കിനെ. ഇനി ഇതൊന്നും നന്നായി മിക്സ് ചെയ്തെടുക്കുന്നല്ലേ. ഉപ്പിട്ടിക്കില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ അത് മതി. ഇവള് വലിയ എക്സ്പേർട്ട് ഒന്നല്ലേ ഗൈസ്. എല്ലാം ഒരു കൈവിട്ട കളികളല്ലേ. ഹലോ, പിന്നെ നമ്മള് 10 രൂപയുടെ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഏത് കറിയിൽ നമ്മൾ പരസ്യായത് കുറച്ചു മാത്രമേ. ഇത്ര മതിയാവോ? അത് മതി. എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലല്ലേ, പിടുത്തം ഇല്ല. അപ്പൊ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വെള്ളം ഒഴിക്കാം. ഉപ്പിട്ടല്ലേ? വെള്ളം ഒഴിച്ചോ. അപ്പോൾ അതെ ഗൈസ്, നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മസാല കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടി മസാലകൾ ഇതായിട്ട് ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട്. നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് കപ്പയല്ലേ ഉള്ളൂ അല്ലേ. ഇനി അടുത്തതായിട്ട് ഉള്ളിയും തക്കാളിയാണ്. ഒരു ഹാർട്ട് ഷേപ്പിൽ ഞാൻ തന്നെ വെട്ടിയെടുത്ത തക്കാളി ഉള്ളി. എന്റെ ഹാർട്ടൊന്നും എന്താ ഇതിനായിട്ട് ഒന്നും ആയിക്കില്ല പറഞ്ഞ്. പ്രസക്തിയില്ല. 2 ഉള്ളിയും 1 തക്കാളിയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. കിടക്കുന്ന എളുപ്പമൊക്കെ. നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ അയൽപക്കത്ത് എന്നാ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെ വീട്. അതുകൊണ്ട് അതിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സെറ്റല്ലായിരുന്നോ? കപ്പ ഇവിടെ സെറ്റാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതാ മസാല തേച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി എത്ര വിസിലാണ് സനു വരേണ്ടത്? 2 വിസിൽ. എന്നിട്ട് കപ്പ നല്ലോണം അവിച്ചെടുക്കണം അല്ലേ. ആയിക്കോട്ടെ. രണ്ടാമത്തെ കുക്കറിനകത്ത് നമ്മളിതാ നമ്മുടെ കുക്കറും കപ്പയും. ഇനി ഉപ്പല്ലേ വേണ്ടേ? ഉപ്പ് വേണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം അല്ലേ. പിന്നെ കുറച്ച് ഉപ്പിട്ടോ.
ഉപ്പൊക്കെ ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഗോപിക സാനു 2 പേരുള്ള 2 മനുഷ്യനാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടെല്ലാം നോക്ക്. തനി രാവണൻ എന്നാ പറഞ്ഞേ. ഇതാ കപ്പയുടെ മുകളിലായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഉപ്പ് ശരിയല്ലേ? കുറച്ചും കൂടി അല്ലേ? സനുവിന് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി പിന്നെയും ചാർത്തി കൊടുക്കുന്നുണ്ട്. ചാർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എത്ര വിസിലാണോ വരണ്ടേ? 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വിസിൽ കൂടി പറ്റി നമുക്ക് കാണാം ഗൈസ്. അവിടെ ചിക്കൻ ഇതാ കറക്റ്റായിട്ട് വേവാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ്. ഇവിടെ സനു ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നല്ല ഫലിതങ്ങൾ. അപ്പൊ അടുത്ത കുക്കർ അടുത്ത അടുപ്പിൽ വെക്കാം. വരൂ. ചിക്കൻ ഇവിടെ നല്ലോണം തിളക്കുന്നുണ്ട്. നമ്മുടെ കപ്പ ഇത് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കപ്പ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ നല്ല ഒട്ടഞ്ഞി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ചിക്കൻ കറീൻ്റെ. ഇതിപ്പോ ചിക്കൻ കറി കപ്പയും കൂട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ തന്നെ. ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ കപ്പയെ നന്നായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. എന്താ സാരി ഒച്ചയൊന്നുമില്ല. ഇത് നല്ലോണം തിളക്കട്ടെ അല്ലേ? നല്ലോണം തിളച്ച് വന്നിട്ട് മിക്സ് ആക്കല്ലേ? മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നല്ലോണം ഈ വെള്ളം അങ്ങ് വറ്റിക്കളയാം. അങ്ങനെ അവർ ഒന്നായി. കപ്പയും ചിക്കനും ഒന്നായിട്ടുണ്ട്. നല്ലോണം വേവട്ടെ ഗൈസ്. അതെ, ഇത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ കറിവേപ്പില. കറിവേപ്പില എല്ലാം പുറത്തേക്കായിട്ടല്ലേ അകത്തേക്ക്. നമ്മളിതാ കപ്പ വിടുന്ന് വേവുന്നതിനനുസരിച്ച് ഇടിച്ച് പിഴിഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ ഹലോ? അതെ, എല്ലാരും നന്നായിട്ട് എന്താ നല്ല കട്ടിയുള്ള കപ്പ തന്നെ മുഴുവനായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുവാണ്. അല്ല പിഴിഞ്ഞല്ല, കുത്തിച്ചീച്ച് കളയാണ്. ഹലോ വല്ലതും നടക്കുവോ? അപ്പൊ ഇതാ ഓരോ കപ്പേന വീതവും എന്താ പഞ്ചായത്തിൽ ഓരോ കപ്പേന വീതവും കുത്തിച്ചീച്ചോണ്ടിരിക്കുകയാണ്. സെറ്റായി വന്നിട്ടില്ല ഹനോ? ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. സാധനം റെഡി ആയിട്ടുണ്ട്. കപ്പക്കറി. കപ്പ ബീ ആയിട്ടില്ല, കപ്പയായിട്ടുണ്ട്. അല്ലല്ല അത് നല്ല സെറ്റ് ആയിക്കില്ലേ? ഇനി ഒന്ന് കഴിച്ചു നോക്കണം എന്നാ സ്ഥിതി ഇല്ലേ? ഇതാ അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പറഞ്ഞ ഹൈപ്പിനുണ്ടോ സരുവോ? ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. സനു ഉണ്ടാക്കിയതിനെ കൊണ്ട് നോക്കാം. ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഈ പണി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ സനു? മല്ലിയിലയും കൂടി അതിൻ്റെ അകത്തേക്ക് വീണ് കൊടുക്കുകയാണ്. എല്ലാം പുറത്തേക്കാണ് ഇടുന്നത്. ഇതാ മല്ലിയിലയും കൂടി ഇതാ ഇതിൻ്റെ അകത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ആയി കൊടുത്തു. എന്നിട്ട് നമുക്ക് അടുപ്പിന്ന് ഇറക്കി വെക്കാം അല്ലേ? അടുപ്പിന്ന് വാങ്ങാന്ന് പറയാം. ഇഷ്ടം പോലെ പറ. വാ, കാണാൻ തന്നെ എന്തൊരായ സനു. കിട്ടിയാലോ ആദ്യമായിട്ട് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് സംതൃപ്തി എന്ന് പറയുന്ന വായിന്ന് ഒരു കുട്ട വെള്ളമാണ് കിടക്കുന്നത്. നല്ലൊരു ഇതാണിത്. ഗ്യാസ് ഓഫ് ആക്കി പോലെ കരിഞ്ഞ് നല്ലൊരു ഇതാവും. ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അതിനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും 5 മിനിറ്റ് എന്നൊന്നും പറഞ്ഞൂടാ. നല്ല കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സനു എങ്ങനെയുണ്ട്? ഇതാ സൈഡിൽ നിന്ന് തിന്നോണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയാ? വെള്ളമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഇതാ കപ്പ വെന്തിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാൾ കാവലിനിരിക്കുന്നുണ്ട്. തരട്ടാ നല്ല മോര് കപ്പ ബിരിയാണി. എൻ്റെ മോനെ ബെസ്റ്റ് കോമ്പി. എനിക്ക് മോര് വേണ്ടേ? കുറച്ച് മോരെടുത്തോ. മോരിൻ്റെ അകത്ത് ഒരു മുളക് ഞാൻ ഇട്ടിട്ടുണ്ടേ. ഇനി കുറച്ച് മോരിൻ്റെ അകത്ത് മുളക് കുറച്ച് മോരെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം ഗൈസ്. ചെറിയ ചൂടുണ്ടേ. അപ്പോൾ ഇത് ഗൈസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് മോരിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട്. പെർഫെക്റ്റ് സാധനം.
കറക്റ്റ് ഉപ്പ് കറക്റ്റ് മുളക് എന്ന് പറഞ്ഞേ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, അമ്മ ഇതിനായിട്ട് എത്തിക്കില്ല. അമ്മേൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ അമ്മയും കൂടി വന്നിട്ട് ഇതിൻ്റെ മാർക്ക് എങ്ങനെ ഉണ്ടെന്ന്, അമ്മയിലെ സ്പെഷ്യലായിട്ടുള്ള കുക്ക്, അപ്പോൾ ഇതിൻ്റെ മാർക്ക് എത്ര ഉണ്ടെന്നും ഇതിൻ്റെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. അമ്മക്ക് എന്തായാലും കഴിക്കാൻ കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ അമ്മ കൂടി വന്നിട്ടേക്കും കറക്റ്റായിട്ടുള്ള റിവ്യൂ അറിയാലേ. സരി 10ൽ 9.5 എനിക്കുണ്ട്. അരമാർക്ക് വെറുതെ. ഇത് പറയുന്നത് ഏതോ സിനിമേൻ്റെ അകത്ത് പറയുന്നില്ലേ, ഇസ് ചേഞ്ച് എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഞാനൊന്നുകൂടി കഴിച്ചിട്ട് കാണിച്ചു തരാം. കഴിക്കട്ടെ ഗൈസ്, വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിക്ക്. ചിക്കനൊക്കെ കണ്ട അങ്ങ് അവിഞ്ഞ് എന്താ അത്രയും മെൽട്ടായി പോകുന്ന ചിക്കൻ. അപ്പോൾ ഇതാ ഗൈസ്, അമ്മയും കൂടി എത്തിയിട്ടുണ്ട്. ഇതാ അമ്മേനെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതാ 2 കൈ നീട്ടി വാങ്ങിക്കോ. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് എത്ര മാർക്ക് കൊടുക്കാൻ അമ്മ പറയണേ. 10ൽ എത്ര മാർക്ക് കൊടുക്കാന്ന്. അമ്മ ഇതാ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം വന്നിക്കാളൂ. എന്താനു എത്ര കൊടുക്കാ? ഞാൻ എത്ര തിന്നു ഗൈസ്, ഒരുപാട് തിന്ന്. അപ്പോൾ എത്ര മാർക്ക് കൊടുക്കാം? 9 മാർക്ക്. വാ, സനുവിൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയാലേ ഗൈസ്. അപ്പോൾ സനുവിനും കൊടുക്കുന്നതാണ്. മക്കളിൽ വകഭേദം പാടില്ല. അങ്ങനെ ഇവിടെ ദത്തെടുത്താന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ. മതി 10ൽ 9 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടയിരുന്ന് തിന്നോ? അടയല്ല, അവിടെ ഇരുന്ന് തിന്നോന്ന്. കണക്കൊന്നും വലിയ ഇതില്ല ഗൈസ്. അത് തന്നെ, അത് നേരാ. കപ്പേൻ്റെ അളവ് പിന്നെ ഇട്ട പൊടികൾ എല്ലാ സംഭവങ്ങളും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ അമ്മേ. കാസ ടേസ്റ്റ് എങ്ങനെ? ആ ചിക്കനൊക്കെ എടുത്ത് തിന്ന് നോക്ക്, അടിപൊളി സാധനല്ലേ. ഇതിന്റെ പേരെന്താ? ഞാള് പൊറിഞ്ചു നട്ടോ. കപ്പ ബിരിയാണി. അതന്നെ, കപ്പ പുഴുക്കുന്ന പറയാ. മോര് സെറ്റാണ് ഇവിടെ. മോരും അത് നല്ല കോമ്പിനേഷൻ അല്ലേ അനു? അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഷോർട്സിൻ്റെ അകത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എല്ലാവരും വലിയ വലിയ ആൾക്കാരായി പോയിക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അവിടെ ഇതെന്താണ് എല്ലാ ചട്ടിയോടെ എടുത്തുകൊണ്ടോ അല്ല കുക്കറോടെ എടുത്തുകൊണ്ടോ എന്നെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ചലഞ്ചിൻ്റെ അകത്ത് അമ്മ ഇല്ലേനു. അപ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? തിന്നാൻ സമ്മതിക്കുമോ കഴിക്കുന്നത്. അപ്പോൾ അടുത്ത ചലഞ്ച്, നല്ല ചലഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്, ഇല്ല അമ്മേ? അപ്പോൾ നല്ല നല്ല ചലഞ്ചുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് അമ്മേ, അമ്മേൻ്റെ സ്ഥിരം ബായ് പറ അമ്മേ. Bye.